മിക്കവാറും ഈ കരങ്ങളിൽ കൂടെ ആയിരിക്കും പോയേക്കുന്നത്. തീർച്ചയായും പ്രതീക്ഷ. കാരണം ആ തരത്തിലുള്ള ഒരു അനുഭവത്തിൽ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അവർ കേട്ടോ, അതുകൊണ്ട് മിക്കവാറും 20 കോടി പോയിരിക്കുന്ന ഈ കരങ്ങളിൽ കൂടെ തന്നെ ആയിരിക്കും. 90%. ചേട്ടാ ഇവിടെ ടിക്കറ്റ് എടുക്കുന്നതാണോ? അതെ അതെ, 5 നമ്പറിനാ പോയത്. 5 നമ്പറിന് എനിക്ക് പോയത് പോയി. ആ ടിക്കറ്റ് ഉണ്ടോ? എനിക്ക് ഉണ്ട്. 100 രൂപ 1000 ഉണ്ട്. എനിക്ക് 1000 ഉണ്ട്. ചോദിച്ചു നോക്കിയാൽ 84-60 ഉണ്ട്. തൽക്കാലം ഒരു 20 കോടി കിട്ടിയില്ലെങ്കിൽ ഒരു 1000 കിട്ടിയ ഒരാളുണ്ട്. 1000 കിട്ടിയ ആളുണ്ട്. 84-60 55 അടി 1 കോടി. ഇവിടുന്ന് എനിക്ക് കച്ചവടമാണ്. ടിക്കറ്റ് എടുക്കുന്ന ഇത് കണ്ടല്ലോ ടിക്കറ്റ്. 5 നമ്പറിന് പോയി. 5 നമ്പറിന് പോയി. 5 നമ്പറിന് 1000 രൂപ ഉണ്ട്. 60-ന് 84-60 1000 രൂപ ഉണ്ട്. 84-55 അടി. ഇവിടുന്ന് ഞാൻ ഇവിടുത്തെ ആളാണ്. ഇവിടുത്തെ അങ്ങനെ പലർക്കും നിരാശയാണ്, ചിലർക്ക് സന്തോഷം. എണ്ണം പറയുന്നു സ്വന്തം പാർട്ടിയാന്ന്. ഞാൻ 10 കൊല്ലമായിട്ട് ഇവരുടെ കൂടെയാ കൂടി വന്നതാ. എനിക്ക് എന്തെങ്കിലും മേടിക്കണ്ടേ, ഒരു മോട്ടോർ സൈക്കിളോ കാറോ? ചേട്ടാ ആദ്യത്തെ അതൊന്നുമില്ല. സൈക്കിൾ വേണം. അല്ല, നമ്മൾ പറയുന്നവര് എന്നാ എന്ത് വേണേ മേടിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ 12 കൊല്ലമായിട്ട് ഈ കട 12 കൊല്ലമായിട്ട് ഈ കട എനിക്ക് ഇന്ന് രാവിലെ പുള്ളിയോട് പറഞ്ഞായിരുന്നു, വയറ് നിറച്ച് പൊടിക്കാപ്പിയും ലഡുവും കൊടുക്കാന്ന് പറഞ്ഞാ വിട്ടത് രാവിലെ. അത് മനസ്സിലിരിക്കട്ടെ. പൊടിക്കാപ്പിൽ നിൽക്കുമോ ഇത്? ഇല്ല, ഒരിടത്തും നിൽക്കത്തില്ല. ഞാൻ പൊടിക്കാപ്പി കുടിക്കുമ്പോ എന്റെ വെണ്ണുമ്പിള്ള എന്നാ കഴിക്കും. അതാണ് എനിക്കൊരു സംശയം. ഇങ്ങനെയാണ്, നാട്ടിൻപുറമാണ്, അവരുടെയൊക്കെ തന്നെ സന്തോഷം എന്ന് പറയുന്നത്. ചിലർക്ക് ശരിയാകില്ല എന്ന് പറഞ്ഞതുപോലെ ഈ തട്ടിയും തെന്നിയും ഒക്കെ തന്നെ പോയ നമ്പറുകളൊക്കെ ഉണ്ടായിരിക്കാം. ഈ കൊച്ചു അതായത് 10 സീരീസ് ആണല്ലോ ഈ സമ്മാനം നറുക്കെടുപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ബമ്പർ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള 9 സീരീസ് ഉണ്ട്. 9 സീരീസിൽ 1 കോടി തൊട്ട് 20 പേർക്കുണ്ട്. അതിനുശേഷം 10 ലക്ഷം 20 പേർക്കുണ്ട്, 3 ലക്ഷം 20 പേർക്കുണ്ട്, 2 ലക്ഷം 20 പേർക്കുണ്ട്. അങ്ങനെ ഒരുപാട് പിന്നെ ചെറു സമ്മാനങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഈ ബമ്പർ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ടിക്കറ്റുകൾക്ക് അവിടെ ഏതെങ്കിലും അടിച്ചിട്ടുണ്ടോ? ചേട്ടാ ബമ്പർ ഒഴികെ വേറെ വല്ല അടിച്ചിട്ടുണ്ടോ? ഈ ബമ്പർ അല്ലാതെ ഞാൻ ഹോൾസെയിൽ കൊടുത്ത കച്ചവടത്തിന് 65 ലക്ഷം അടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇല്ല, ഇന്നിപ്പോ നോക്കാൻ സമയം കിട്ടിയില്ല. ഞാൻ ഇവിടെ വന്നേ, കടക്കേ വന്നേ, അതുപോലെ എന്തായാലും മറ്റ് ലോട്ടറി ടിക്കറ്റുകളിൽ തന്നെ നമ്പർ നോക്കി ഇതുവരെ സമയം കിട്ടിയിട്ടില്ല എന്നാണ് നമ്മളെ സിദ്ദിഖേട്ടൻ പറയുന്നത്. കാരണം ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ ലോട്ടറി ഇവിടെയാണെന്ന് അറിഞ്ഞ സമയത്ത് തന്നെ ഇത്തരത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള ആഘോഷങ്ങളും അതിനുശേഷമുള്ള പ്രതീക്ഷ സന്തോഷമൊക്കെ തന്നെ ആയിരുന്നു. എന്തായാലും ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇവിടേക്ക് എത്തുന്നു എന്നൊരു പ്രതീക്ഷ തന്നെയാണ് അവരെ സംബന്ധിച്ചുള്ളത്. കാരണം കാഞ്ഞിരപ്പള്ളി വിട്ട് ഈ സാധനം പോയിട്ടില്ല എന്നൊരു പ്രതീക്ഷ നമ്മൾ നേരത്തെ സംസാരിച്ച സിദ്ദിഖേട്ടനൊക്കെ പറഞ്ഞായിരുന്നു. കാരണം ഇത്തരത്തിൽ ശബരിമല തീർത്ഥാടകർ ഉൾപ്പെടെ ഉള്ളതാണ്. അവരൊക്കെ തന്നെ വന്ന് ടിക്കറ്റ് എടുത്ത് പോകുന്ന ആളുകൾ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ശബരിമല തീർത്ഥാടകർ ആരെങ്കിലും അങ്ങനെ എടുത്ത് ഈ ലോട്ടറി പറയാൻ നമുക്ക് 2020 ശേഷമൊക്കെയുള്ള ഈ സമ്മാനം നോക്കുമ്പോൾ 2 തവണ നമ്മുടെ സംസ്ഥാനം വിട്ടു പോയിട്ടുണ്ട്. അയൽ സംസ്ഥാനത്തേക്ക് പോയിട്ടുണ്ട്. നേരത്തെ കർണാടകയിൽ പോയിട്ടുണ്ട്, പിന്നീട് തമിഴ്നാട്ടിലേക്ക് 1ാം സമ്മാനം പോയിട്ടുണ്ട്. അതൊക്കെ ഈ പാലക്കാട് വിറ്റ ടിക്കറ്റിനായിരുന്നു. അപ്പോൾ ഈ കോട്ടയം എന്ന് പറയുമ്പോൾ മധ്യ കേരളത്തിലാണ്. കോട്ടയം വഴി സഞ്ചാരപാതയ്ക്ക് നോക്കുമ്പോൾ ഷിനോജ് പറഞ്ഞതുപോലെയും ആ ഏജന്റ് പറഞ്ഞതുപോലെയും തമിഴ്നാട്ടിലുള്ള ആളുകൾ പ്രത്യേകിച്ച് ശബരിമല സമയമാണ്. ആ സമയത്തൊക്കെ വന്ന് വാങ്ങിക്കാനുള്ള കൗതുകം. അപ്പോൾ തീർത്ഥാടനം കഴിഞ്ഞ് വരുമ്പോൾ ഒരു ടിക്കറ്റ് കൂടി വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതിലൊരു ഐശ്വര്യം കാണുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. പ്രത്യേകിച്ച് ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം ലോട്ടറി എടുക്കുന്ന ശീലം ചിലർക്കൊക്കെ ഉണ്ട്, അമ്പലത്തിൻ്റെ മുറ്റത്ത് കാണുന്ന ലോട്ടറി കടയിൽ നിന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിക്കാനുള്ള സാധ്യത, ആ സാധ്യതകളൊക്കെ ഈ ഏജന്റിൻ്റെ ഉടമ തള്ളിക്കളയുന്നു. അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ സ്ഥിരം ലോട്ടറി എടുക്കുന്ന ആളുകൾ അവരുടെ കൈകളിലേക്ക് തന്നെ പോയിരിക്കാം, കാഞ്ഞിരപ്പള്ളി തന്നെ നിന്നേക്കാം ഭാഗ്യദേവത എന്നാണ് വിശ്വാസം കടയുടമയുടെ. പ്രതീക്ഷ ആ ലോട്ടറി ഉടമ അങ്ങനെ ഇത്തരത്തിൽ ഉറപ്പിച്ച് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ സ്ഥലം എന്ന് പറയുന്നത് കാഞ്ഞിരപ്പള്ളി ടൗണിൽ നിന്ന് ഏകദേശം ഒരു 100-150 മീറ്റർ മാറി ഉള്ള സ്ഥലമാണ്. നൈനർപ്പള്ളിക്ക് അടുത്തുള്ള സ്ഥലമാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഈ വാഹനങ്ങൾ എപ്പോഴും ഇങ്ങനെ വന്നു പോകുന്ന സ്ഥലമാണ്. അങ്ങനെ വാഹനം നിർത്തി ടിക്കറ്റ് വാങ്ങുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം അത്തരത്തിൽ ഒരു തിരക്കുള്ള റോഡാണ്. അതിനാൽ തന്നെയാണ് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നത്. കാരണം അത്തരത്തിൽ ഏതെങ്കിലും തീർത്ഥാടകരാണെങ്കിലും ശബരിമല തീർത്ഥാടകരാണെങ്കിലും ഇത്തരം വാഹനം ഒതുക്കി ടിക്കറ്റ് എടുക്കണം, അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനാൽ തന്നെ ഈ പ്രദേശത്തുള്ള ആരെങ്കിലും തന്നെയാകും ഇത്തരത്തിൽ ലോട്ടറി എടുത്തത് എന്നൊരു ഉറപ്പിച്ച് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ ഒരു പോയിന്റാണ്. കാരണം ഇദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇവിടെ സ്ഥിരം ഇത്തരത്തിൽ ലോട്ടറി എടുത്തുകൊണ്ട് പോകുന്നത് ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണ്. അവർക്ക് സ്ഥിരമായി ഇത്തരത്തിൽ ലോട്ടറി എടുക്കുന്ന ആളുകളൊക്കെ തന്നെയുണ്ട്. അതിനാൽ തന്നെ അവരല്ലെങ്കിൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ചേട്ടാ ആരാ അറിയോ? ഇല്ല അറിയില്ല. ആളെ അറിയില്ല. ഇല്ല. എടുത്തായിരുന്നു? ടിക്കറ്റ് എടുത്തായിരുന്നോ? ഇല്ല. എടുത്തില്ല. ഈ പ്രാവശ്യം എടുത്തില്ല ടിക്കറ്റ്. ഇല്ല. എടുത്തോ? ടിക്കറ്റ് എടുത്തോ? എടുത്തായിരുന്നു. പോയോ?
അയലോക്കത്ത് പോലും വന്നില്ല. അയലോക്കത്തിൽ വന്നില്ല. അടുത്ത് ഒരു സാധ്യതയില്ലായിരുന്നു. ഇല്ല. ഇവിടെ എടുത്തേ? അല്ല, ഇവിടെ നിന്നല്ല, അപ്പുറത്തുനിന്ന് എടുത്തേ. ചേട്ടൻ ഇവിടെ എടുത്തേ? എടുത്തില്ല. ഈ തവണ സാധാരണ ഭാഗ്യവനെ കാണാൻ വേണ്ടി വന്നാ? നമ്മുടെ സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി വന്നപ്പോഴത്തേക്കും ആദ്യമായിട്ട് കാഞ്ഞിരപ്പള്ളിക്ക് ഇങ്ങനെ ബമ്പർ അടിക്കുന്നു. അപ്പൊ അന്ന് കോട്ടയത്തിന് സമീപകാലത്ത് സാധാരണ പാലക്കാട്, തൃശ്ശൂര് പ്രൈസ് മൊത്തം അങ്ങോട്ട് പോകുന്നുള്ള ഒരു ഇതായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും കാഞ്ഞിരപ്പള്ളിക്ക് ഒരു പ്രൈസ്, അത് നമുക്കറിയാവുന്ന കടയാണ്. അങ്ങനെ വന്നാണ്. അതിലും ജേതാവിനെ കാണുന്നതിന് വേണ്ടി ആളുകളൊക്കെ തന്നെ കൂടുന്നുണ്ട്. ഇവരൊക്കെ തന്നെ അടിച്ചോ? ബായ്, ലോട്ടറി എടുത്തായിരുന്നോ? താൻ കഹാ ഹൈ? ആസാം. ലോട്ടറി ബെമ്പർ നഹീ? ഇപ്പോൾ ഒരെണ്ണം പോയിട്ടുണ്ട്, ആസാമിൽ നിന്ന് എടുത്ത്. പക്ഷേ ലോട്ടറി എടുത്തു, പക്ഷേ ലോട്ടറി അടിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ഇത് ചേട്ടൻ എടുത്തായിരുന്നു ഇവിടുന്ന്? ഇവിടുത്തെ കച്ചവടക്കാരനാ. ഈ കൈവഴിയാണോ പോയെ? അറിയോ? തട്ടേന്നാ പോയെ. സന്തോഷമായി. ആരാന്നല്ലോ ഐഡിയ ഉണ്ടോ? ഒരു ഐഡിയ ഇല്ല. അറിയത്തില്ല. ഏതെങ്കിലും തരത്തിൽ സൂചന? ഒന്നുമില്ല. ഇല്ല. ടൗണല്ലേ, ആരാ കൊണ്ടുപോകുന്ന അറിയത്തില്ല. അതെ. പക്ഷെ ടൗൺ ആണെങ്കിൽ തന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെ സാധ്യത. അനീഷമായിട്ട് ഇവിടെ ഒത്തിരി എടുപ്പുകാരുള്ള ഇവിടെ തന്നെ ഉണ്ടത്. ഇവിടെ തന്നെ ഉണ്ട്. പുറത്ത് പോയിട്ടില്ല. ചേക്ക് വിട്ട് പോയിട്ടില്ല. ഇല്ല. ഓക്കെ, അത് തന്നെ. സ്റ്റേറ്റ് വിട്ട് പോയിട്ടില്ല. ഓണർ പറയുന്നത് പോലെ തന്നെ. അതെ, ശരി. ഓണർ പറഞ്ഞത് തന്നെ ശരി. അപ്പൊ അറിയാവോ? നിങ്ങൾ സത്യം പറഞ്ഞു, നിങ്ങൾക്ക് അറിയാവോ? ഇല്ല, ഓണർ പറഞ്ഞില്ല. ഇവിടെ തന്നെയാണ് തട്ടേ വിറ്റ സാധനം. അത് ഇവിടെ തന്നെ ഉണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ശബരിമല തീർത്ഥാടകരെല്ലാം എടുത്തോണ്ട് പോയിട്ടില്ല. തട്ടേ വിറ്റത് ശബരിമലക്കാരല്ല. നമ്മളിവിടുന്ന് ഒത്തിരി സാധനങ്ങൾ ശബരിമലയ്ക്ക് ഒത്തിരി ബുക്കുകൾ പോയിട്ടുണ്ട്. പമ്പ എരുമേലിക്കൊക്കെ. അതിനൊന്നും അല്ല, തട്ടയിലല്ലേ അടിച്ച്. അപ്പം ഈ മേഖലയിലുണ്ട്. എന്തായാലും പ്രതീക്ഷയിൽ തന്നെയാണ് സുധീക്കേട്ടനും ഏജൻസിയും നമ്മളൊക്കെ തന്നെ ഉള്ളത്. ആ 20 കോടിയുടെ ഭാഗ്യവാൻ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എപ്പോഴെങ്കിലുമൊക്കെ നാളെയൊക്കെ തന്നെ മുന്നിലേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാരൊക്കെ തന്നെ ഉള്ളത്. ശരി, വിവരങ്ങളാണ് ഇപ്പോൾ ഷിനോജ് തത്സമയം കോട്ടയത്തെ ഏജൻസിയിൽ നിന്ന് നൽകിയത്. അപ്പോൾ ഒന്നാം സമ്മാനം ആർക്കാണ് എന്നൊരു കൗതുകം ഒരു ഏജൻസി ഉടമ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒപ്പം തന്നെ നമ്മുടെ മുന്നിൽ ആ നമ്പരുമുണ്ട്. ഇനി ആരായിരിക്കാം ആ ഒന്നാം സമ്മാനത്തിന് 20 കോടി അർഹനായ ഭാഗ്യവാൻ? അത് പ്രത്യക്ഷത്തിൽ വരുമോ, അതല്ല ഒളിഞ്ഞിരുന്നു കൊണ്ട് തന്നെ ബാങ്കിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമോ എന്നൊക്കെ നമുക്ക് നോക്കാം.